ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കാണുന്നത് ഒരു ആഡായിട്ടാണ്. ഞാൻ എന്തോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നെറ്റ് ഓൺ ആയതുകൊണ്ട് ആഡ് വന്നു. അന്നേരമാണ് ഞാൻ ഈ ഗെയിം കാണുന്നത്. ഇതല്ലായിരുന്നു ഗെയിം, വേറൊരു വില്ലേജ് എന്ന് പറഞ്ഞ ഗെയിമായിരുന്നു. മിനി ക്രാഫ്റ്റ് വില്ലേജ് ആയിരുന്നു. ഞാൻ ഇത്രയും കാലമായിട്ട് ക്രാഫ്റ്റിംഗ് ഗെയിമായിട്ട് അത് കളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ വില്ലേജിൻ്റെ കളിച്ചിട്ടുണ്ട്. വില്ലേജിൻ്റെതിനകത്ത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അല്ലാത്ത ക്രാഫ്റ്റ് വേൾഡ് കളിച്ചിട്ടുണ്ട്, ബ്ലോക്ക് ക്രേസി റോബോട്ട് കളിച്ചിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇത് കളിച്ച് നോക്കി. എനിക്ക് ക്രിയേറ്റീവ് കളിച്ചപ്പോൾ ഇതും എന്താ പറയുക, ക്രാഫ്റ്റ് വേൾഡിൻ്റെ നടക്കുള്ള ഒരു ഗെയിമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് എക്സേ ഉള്ളൂ, അതൊക്കെ ഉള്ളൂ ഇതിനകത്ത്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ക്രാഫ്റ്റ് വേൾഡിലുള്ള എല്ലാം മാത്രമാണ് ഇതിലുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് ബ്ലോക്ക് ക്രേസി റോബോട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് ന്യൂ. കാരണം മൈൻക്രാഫ്റ്റ് പോലെ തന്നെയുള്ളൊരു ഗെയിമാണ്. അതിൽ ഇഷ്ടംപോലെ സ്പോണെക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് സ്പോൺസ് വർക്കാവില്ല. അത് മാത്രമേ എനിക്കൊരു പ്രോബ്ലം ആയിട്ട് അതിനകത്ത് തോന്നിയത്. നമുക്ക് എന്തായാലും ഇപ്പം നൈറ്റ് വിഷൻ കുടിക്കാം. നൈറ്റ് വിഷൻ ഇത്ര മണിക്കാം, 3 മിനിറ്റ്സ്, ഇത് 8 മിനിറ്റ്സ്. ഓക്കെ, ഇത് വയ്ക്കാം. ടോർച്ചിനെന്തോ പ്രത്യേകതയുണ്ട്. നമുക്ക് താഴെ പോയിട്ട് ഞാനിപ്പോൾ വീട് വെക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ടോർച്ചൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. എന്തായാലും നമുക്കൊരു വീട് വെക്കണം. ഞാൻ വീട് വെച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അന്നേരം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാം ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഫസ്റ്റ് ഞാനൊരു ഹൗസിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫാം ചെയ്യാമെന്ന്. എന്നിട്ട് കുറച്ച് വില്ലേജസും കുറച്ച് ഹൗസും കൂടെ സ്പോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫാമിൽ താമസിക്കാം. കാരണം എപ്പോൾ വേണമെങ്കിലും സോംബീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പീസ്ഫുൾ അല്ല ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈസി, നോർമൽ, ഹാർഡ് എന്നൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഞാനിവിടെ അനിമൽസിനെ സ്പോൺ ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ സ്പോൺ എഗ്സ് എടുത്തിട്ടുണ്ട്. വില്ലേജർ, പിന്നെ ചിക്കൻ നമുക്കിപ്പോൾ വേണ്ട. കൗ വേണ്ട. പിഗ്ഗി, പിന്നെ ഷീപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് കഴിക്കാനെന്ത് ചെയ്തത്. ഓസ്ലെറ്റ്, മഷ്റൂം, ബാറ്റ്, റാബിറ്റ് നല്ലൊരു ആനിമലാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രീപ്പർ, എൻഡർമാൻ, സിൽവർ ഫിഷ്, സ്കെലറ്റൺ, സ്ലൈം, സ്പൈഡർ, സോംബി പിഗ്മെൻറ്റ്, സ്ക്വിഡ്, കേവ് സ്പൈഡർ, വിച്ച്, മാഗ്മ ക്യൂബ്, ബ്ലേസ്. ഇത്രയും സാധനങ്ങൾ. നമ്മൾ ബ്ലേസ് ഒരിക്കലും ഞാൻ സ്പോൺ ചെയ്യാമെന്ന് വിചാരിച്ചതേ അല്ല. പിന്നെ ഇങ്ങനെയൊക്കെയോ സ്പോൺ ആയതാണ്. കണ്ടോ ഗൈസ് ബ്ലേസിനെ? നമുക്കതിനെ അതുകൊണ്ട് കൊന്നാലോ? കൊന്നേ. ഇത് വെച്ച് എനിക്ക് കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബ്ലേസിനെ. ഇനി അവിടെ നിൽക്കട്ടെ. ഓക്കെ ഗൈസ്, സത്യം പറയല്ലോ, എനിക്ക് ബ്ലേസ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് സ്പോൺ ചെയ്തത്. ഇനി നമുക്ക് അനിമൽസിനെ ഒന്നൊന്നായിട്ട് സ്പോൺ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്പോൺ ചെയ്ത പിഗ്ഗിനെയാണ്. പിഗ് ഒരു 3 എണ്ണത്തിനെ ഞാൻ സ്പോൺ ചെയ്തിട്ട് ട്രീ വളർത്തുന്നു. ഒരു ട്രീ വളർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഷീപ്പിനെ 3 എണ്ണം സ്പോൺ ചെയ്യുന്നുണ്ട്. അവർക്ക് കഴിക്കാനാണ് ഈ ഗ്രാസ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ റാബിറ്റ് 3 എണ്ണം സ്പോൺ ചെയ്യുന്നു. ഓ മൈ ഗോഡ് ഗൈസ്, സ്ട്രാപ്പ് പോലെ വെച്ചതാണ്. ഇവിടെ അവർ കയറി രക്ഷപ്പെടുന്നുണ്ട് ഗൈസ്. ബട്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞാൻ എപ്പോൾ വേണമെങ്കിലും തുറന്നു വിടാൻ ഞാൻ റെഡിയാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് തന്നെ? ഞാൻ നിങ്ങൾക്ക് എന്ത് കുഴപ്പമാണ് ഞാൻ ചെയ്തത്? ഞാൻ ആദ്യമേ വിചാരിച്ചത് ഇവർക്ക് ഇങ്ങനെ വളരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഫസ്റ്റ് ഈ മരമൊക്കെ പെട്ടെന്ന് വളരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഇതങ്ങനെ വളരുന്നതല്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വോൾ പോലെ ചെയ്യുന്നുണ്ട്. കാരണം അവർ നന്നായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അവർക്കൊരു പ്ലേ ഗ്രൗണ്ട് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ശ്രമിച്ചത്. ബട്ട് അവർക്ക് രക്ഷപ്പെടാനാണ് ആഗ്രഹമെങ്കിൽ ഓക്കെ. എനിക്കിപ്പം ഇവിടെ 2 റാബിറ്റ്സിനെയാണ് കാണാൻ പറ്റുന്നത്. ഇവർക്കിവിടെ എന്താണ് കുഴപ്പമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഞാൻ ഇവർക്ക് നല്ല സ്പേസാണെന്നാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കുഞ്ഞ് സ്പേസ് ചെയ്യണം. അവർക്ക് ഓടാനും ചാടാനും ഒക്കെ നല്ല വിധത്തിലുള്ളൊരു സ്പേസ് നമുക്ക് ചെയ്യാം. അവർക്ക് തോന്നാൻ പാടില്ല ഒരിക്കലും അവരെ നമ്മളിവിടെ ട്രാപ്പ് ചെയ്തിട്ടിരിക്കുകയാണെന്ന്. കുറച്ച് നല്ല വിധത്തിൽ ഞാനിതൊന്ന് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ചെയ്ത് ഇവിടെ രാത്രി ആയിട്ടുണ്ട്. രാത്രി എന്തായാലും നമ്മളിവിടെ നിൽക്കുന്നില്ല, സ്കെലറ്റൻസ് ഒക്കെ ഉണ്ട്. സോ ബൈ.